മാണിക്യക്കല്ലുടെ ചുങ്കുമേ നാണെത്തിടും ചേലൊളിലങ്കുമേ മാനാളൻ മുഹബത്തിയ തീർപ്പവുമേ ഇന്ന് മാനിമ്പത്തശകിയ നോവത്തിടുമേ ഈണം തുടി കൊട്ടണ നെഞ്ചില് കാണാമലരൊക്കെ മുഞ്ചില് ഈണം തുടി കൊട്ടണ നെഞ്ചില് കാണാമലരൊക്കെ മുഞ്ചില് നാണത്തിയാറക്കൂടും പൂതുക്കത്തില് ബന്നം ഈ മാന്റെ തെളിമയിൽ നുകരും ഹലേ. അന്ന് ശരിക്കും പറഞ്ഞാൽ 5ാമത്തെ വയസ്സിലല്ലേ നീ പാട്ട് പാടുന്നേ? 4 വയസ്സിലല്ലേ? ആ സമയത്ത് ഇങ്ങനെ പാട്ട് പാടുമ്പോ എന്തായിരുന്നു നമ്മളെ ഫീലിംഗ്? ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ എന്താ ഒരു പേടിയുണ്ടായിരുന്നു ക്യാമറന്റെ മുന്നിൽ. അതാ ചോദിച്ചത്, ക്യാമറന്റെ മുമ്പ്. ഇപ്പൊ പ്രശ്നമില്ലല്ലോ. കണ്ണില്ല വാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിങ്ങല്ലേ താമരമിഴിയങ്ങും തങ്കത്തിൻ കവിളത്തും കത്തുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അമ്മിനിക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഏകദേശം ഒരു ബോർഡറായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു വ്യത്യസ്തനായ ഒരു ഗായകനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഒറ്റപ്പാട്ടിലൂടെ തന്നെ ഏകദേശം 1 കോടിയുടെ അടുത്ത് ആളുകൾ കണ്ട ആ ഒരു പാട്ട് പാടിയ ഗായകൻ്റെ വീട്ടിൽ കേട്ടോ. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും ഗായകന്മാർ, അതായത് ഒരു ഉമ്മാൻ്റെ 4 മക്കൾ എല്ലാവരും ഗായകന്മാർ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് അവർ പരിചയപ്പെടാം. വാ. അപ്പോൾ നമ്മളുള്ളത് അവരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മളൊക്കെ വിളിച്ചെന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആളിപ്പോൾ എത്തും. വരൂലേ? ഹായ്, ഇതാ വന്നിരിക്കുന്നു നമ്മൾ കൊച്ചു സുന്ദരി. അസ്സലാമു അലൈക്കും. എന്താ സൗണ്ട് ഇല്ലേ? പേരെന്താ? ഓക്കെ. എന്താ വിഷയം? സുഖല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആരാൾ കേട്ടോ. എന്താ പേരെന്താ? പേര് പറ. അബ്ദുള്ള. അപ്പം ഇവനെ ഏകദേശം യൂട്യൂബിൽ എല്ലാവരും കണ്ട ഒരാളായിരിക്കും. അതോടൊപ്പം തന്നെ അവനെ കവച്ചു വെക്കുന്ന മറ്റൊരാളും കൂടെ ഉണ്ട്, അവൻ്റെ ജ്യേഷ്ഠൻ. അബ്ദുള്ള യാമിൻ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഈ 4 മക്കൾ കേട്ടോ, ഇവരാണ് ഞാൻ പറഞ്ഞ ഈ ഒരു വൈറൽ കുടുംബം, വൈറൽ ഗായകന്മാർ. ഒരുപാട് ആൽബങ്ങളിൽ എന്താ പറയുക പാട്ട് പാടി ഒരുപാട് വൈറൽ സോങ്ങുകൾ സൃഷ്ടിച്ച ആൾക്കാരാണ് ഈ നിൽക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് എല്ലാവരും ഇവരുടെ കുറച്ച് വിശേഷങ്ങൾ, ഇവരുടെ കുറച്ച് വിശേഷം നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ഫാമിലി എന്താണ് ഇവരുടെ ആ ഒരു പുഷ് എന്നൊക്കെ നമുക്ക് നോക്കാം. മാത്രമല്ല ഒരുപാട് പഠനത്തിലും ഒരുപാട് ഉഷാറായി നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. എല്ലാം നമുക്ക് കേൾക്കട്ടോ. വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ പറഞ്ഞ ആ ഒരു കുടുംബമാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കൂടെ അവരുടെ ഉപ്പയും ചേർന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരാണ് ഉപ്പ ആരാ മക്കളെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഒക്കെ ഒരേ പ്രായം. അപ്പോൾ നമ്മളെ ഏറ്റവും മൂത്ത ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. അപ്പോൾ ഉപ്പ, നമ്മൾ എങ്ങനെയാണ് മക്കൾ ഈ 4 പേരും ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം? അവർ മദർസിലാണ് മൂത്തവും. മത്സരത്തിന് പോയി എങ്ങനെയാണ് പാട്ട് പാടുന്ന ഇതിനെപ്പറ്റി നമുക്ക് അറിയണ്ടായി. ഓക്കെ. അങ്ങനെ ഒരാൾ പാടി, മറ്റാള് അടുത്ത മോന്റെ കേട്ടിട്ട് മറ്റാള് അടുത്ത ചെറുപ്പം പാടി. അങ്ങനെ ഇപ്പം അതങ്ങനെ ഓരോരുത്തർ പാടുന്നവരൊക്കെ വൈറൽ. ഇവനെ പാട്ടിൽ വൈറലായത് ഫസ്റ്റ് വൈറലായത്. അതായത് ഞാൻ പറഞ്ഞതല്ലേ, ഏകദേശം 8 മില്യന്റെ അടുത്ത ആൾക്കാർ അല്ലേ, 85 ലക്ഷം ആൾക്കാർ കണ്ട ആ ഒരു പാട്ടിന്റെ ബാക്കിലുള്ള ആ ഒരു സൗണ്ട് കൊടുത്ത ആളാണ് നിൽക്കുന്നത്. പേര് പറഞ്ഞൊന്നും കൂടി? അബ്ദുള്ള. ഓക്കെ. പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? എന്താ കൊറോണന്റെ മുന്നേ അത്ര പോയിട്ടുള്ളൂ? സ്ഥിരമായിട്ട് പോയിട്ടില്ല? ഇപ്പോഴൊക്കെ പോകുന്നുണ്ടോ? പോകുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇത് നമ്മളെ കൊച്ചനുജത്തില്ലേ, ഈ 3 ആങ്ങളാര് പൊന്നാര പെങ്ങളാ നിൽക്കുന്നത് അല്ലേ? പേരെന്തേലും ഒന്നൊരു ഉറക്കം പറഞ്ഞേ. എത്ര പഠിക്കണേ? ഇവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ആൽബങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ്. ഒരുപാട് ആൽബങ്ങൾ, ഒരുപാട് വൈറൽ സോങ്ങുകൾ അല്ലേ? അപ്പോൾ എങ്ങനെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ എഫേർട്ട് എങ്ങനെയുണ്ട്? ഉപ്പയാണോ ഉമ്മയാണോ ടൂൾ സപ്പോർട്ട് ചെയ്യുന്നത്? രണ്ടാളും ഒരേപോലെ തന്നെ. രണ്ടാളും പാട്ട് പാടുമോ? ഉപ്പ പാട്ട് പാടൂല, പക്ഷെ ഉമ്മ പാട്ടാടും. അപ്പം ഉമ്മാൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടിയതില്ലേ, പാരമ്പര്യം അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു നിങ്ങളൊരു വേറൊരു മികച്ചൊരു പ്രൊഫഷൻ്റെ ബാക്കിലുള്ള ഒരാളാണെന്നുള്ളത് അല്ലേ? അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമോ? ആയുർവേദ മെറ്റീരിയലാണ് പാരമ്പര്യമായിട്ട്. വാപ്പയും ജീനാണ്, വാപ്പാൻ്റെ വാപ്പയായിട്ടുണ്ടായിരുന്നു. 3-5 ജനറേഷനൊക്കെ ഞാനായിട്ട് വരുന്നത് ആയുർവേദ മെറ്റീരിയൽ.
ഈ അരിഷ്ടം കഷായങ്ങളൊക്കെ അത് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കണം. മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ കലയും ഈ ഒരു ആയുർവേദം തമ്മിൽ എന്താ ബന്ധം? അല്ലെങ്കിൽ ആയുർവേദം തമ്മിൽ ബന്ധം ചോദിച്ചാൽ ഒന്നുമില്ല, യാദൃശ്ചികം അല്ലേ? ഓക്കെ. പിന്നെ ഇവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ആളാണ്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെറുപ്പശ്ശേരി ഐഡിയലിൽ പഠിക്കുകയാണ്. എത്ര സെക്കൻഡോ അതോ ഫസ്റ്റ് ഇയർ ആണ്? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ പാട്ട് ഇതാ ഈ ഫാമിലിയിൽ നിന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യ പാട്ട് പാടാൻ പോകണം. ആളെ പേര് ഒന്നുകൂടി പറയാൻ പറ്റുമോ? ആയിക്കോട്ടെ. അപ്പൊ ആ പാട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു 4 പേര് ഞങ്ങൾക്ക് പാടിത്തരാം. ഓക്കെ, പഠിക്കാം. പടച്ച് റബ്ബ് ആലമിനാകെ നൂറായി പഠിച്ചവനേ, പടപ്പിനാകെ റഹ്മത്തായി ഭൂവിനുദിത്തവരേ, പഠിച്ച് റബ്ബ് ആലമിനാകെ നൂറായി പഠിച്ചവനേ, പടപ്പിനാകെ റഹ്മത്തായി ഭൂവിനുദിത്തവരേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യ ഗാനം നിങ്ങൾ കേട്ടു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ കൊച്ചുമോളുടെ പാട്ടായിരുന്നു. ചെറിയ പാടിട്ടാ അടിപൊളി പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഈ ഒരു കുടുംബത്തെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടോ. കാരണം നമ്മൾ ഈ ഒരു 4 പേരെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ആക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് അവരെ മൂത്ത ആളെ ഒരു പാട്ടുകൊണ്ടൊന്ന് കേട്ടോക്കാം. ഒരുപാട് വൈറൽ ഗാനങ്ങൾ പാടിയ ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗാനം. ഓക്കെ. മേലെ മാനത്തമ്പിളി പാടിയ രാവിൽ മേഘക്കീരിന്നലകൾക്ക് നിറമുണ്ട്. മേലെ മാനത്തമ്പിളി പാടിയ രാവിൽ മേഘക്കീരിന്നലകൾക്ക് നിറമുണ്ട്. 7 ബഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട്. താഴമ്പുമണമൊഴുകും കാറ്റിങ്ങു വരുന്നുണ്ട്. ഏതാ സാധനം? ഒന്ന് കൈയടിക്കോ? കാരണം എനിക്ക് അടിക്കാത്ത ഒരു കയ്യിൽ ക്യാമറ ഉണ്ട്. സംഗതി സൂപ്പറായിട്ട് കേട്ടോ. നല്ല വോയിസാണ്. നിങ്ങൾ പ്രൊഫഷണലായിട്ട് എടുക്കുന്നില്ലെങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രൊഫഷണൽ എടുക്കാൻ എൻ്റെ താല്പര്യം. കാരണം വെച്ചാൽ എന്തായാലും വളർന്നു വരുന്ന ഒരുപാട് ഗായകന്മാർക്ക് നിങ്ങളൊരു മോട്ടിവേഷൻ ആവും. അടിപൊളി, നല്ലൊരു കുടുംബമാണ്, നല്ലൊരു വോയിസാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പാടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കില്ലാടി അല്ലേ? എത്ര ആൾക്കാർ ആ വീഡിയോ കണ്ടേ? 85 ലക്ഷം ആൾക്കാർ അല്ലേ? ഏകദേശം 8.5 മില്യൺ ആൾക്കാർ കണ്ട ആ ഒരു എന്താ പറയുക വീഡിയോയിലുള്ള ആളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടാൻ പോണേ? ആയിക്കോട്ടെ, ചെറിയ പാടില്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും നിൻ്റെ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സൂപ്പറായിട്ട് പാടി കേട്ടോ. ഓക്കെ. കണ്ണില്ലാവാപ്പയ്ക്ക് കൈവന്ന് കണ്ണല്ലേ, മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ. കണ്ണില്ലാവാപ്പയ്ക്ക് കൈവന്ന് കണ്ണല്ലേ, മണ്ണിതിലുണ്ടായ വിങ്ങല്ലേ. താമരമിഴിയങ്ങും തങ്കത്തിൻ കവിലെത്തും കത്തുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തട്ടേ. ഒന്നുകൂടെ കൈയടിക്കട്ടോ. സംഗതി എന്താ കിടലൻ സംഭവമാണ്. സംഗതി ഒരു പാട്ടിൽ തന്നെ ഹൈ പിച്ചും ലോ പിച്ചും അല്ലേ? ശ്രദ്ധിച്ച് പാടണല്ലേ സംഗതി? പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. ഈ പാട്ടാണോ അന്ന് പാടിയിരുന്നേ? അല്ല അല്ലേ? അന്ന് ശരിക്കും പറഞ്ഞാൽ 5ാമത്തെ വയസ്സിലല്ലേ നീ പാട്ട് പാടുന്നേ? 4 വയസ്സിലല്ലേ? ആ സമയത്ത് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ എന്തായിരുന്നു നമ്മളെ ഫീല്? ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ അതിന് എന്താ ഒരു പേടിയുണ്ടായിരുന്നു ക്യാമറന്റെ മുന്നിൽ. അതാ ചോദിച്ചത്. ക്യാമറന്റെ മുമ്പ് ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഇല്ല, ഇപ്പൊ ഏകദേശം എത്ര ആൽബത്തിൽ പാടിണ്ടാവും? കൊറേ പാടിയിരുന്നോ? എണ്ണാൻ പറ്റാത്ത അത്രയും ആൽബത്തിൽ പാടിയിരുന്നില്ലേ? അത് ഞാൻ നേരെ കാക്കനോട് ചോദിച്ചിട്ടുണ്ട്. അവനും പറഞ്ഞത് തന്നെ ഒരു ഐഡിയ ഇല്ലാതെ. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടാ പാട്ടൊക്കെ. പിന്നെ നമ്മളെ മദ്രസിൽ ഈ മധുഗാനം മാത്രമാണോ അതോ എല്ലാ പാട്ടും പാടുമോ? മധുഗാനം, മാപ്പിളപ്പാട്ടും അറബി പാനൊക്കെ പാടും. അപ്പോൾ ആ ഒരു കാറ്റഗറിയാണ് നോക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണോ? എല്ലാവരും അല്ലേ? സിനിമാ ഗാനങ്ങളും പാടലുണ്ട്. ഓക്കെ. ഇയാളോ? പാടലുണ്ട്. എല്ലാ മേഖലയും കൈവെക്കുന്നുണ്ട് അല്ലേ?
ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് പാടാൻ പോകുന്നത് നമ്മളെ അബ്ദുൽ ഐമല്ലേ. എല്ലാവരുടെ പേരും ഒരു വെറൈറ്റി ആണല്ലോ. ഈ പേരൊക്കെ ആരാ സെലക്ട് ചെയ്ത്? ഉപ്പയാണോ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. ഒരു നല്ലൊരു അടിപൊളി പാടാം. മധുഹനല്ലേ പാടണേ? മാപ്പിള പാട്ട്. ഓക്കെ സെറ്റ്. കണ്ടോളിൻ മണവാളൻ തോഴരുമായി ശഹനായി മൂളും രാഗമിൽ വഴി നീളമായി വരവായിതാ കേട്ടോളിൻ കൈമുട്ടിപ്പാട്ടും സംഗീതം കുളിർച്ചേരി മുട്ടി താളമിൽ സബദാനമിൽ അണവായിതാ ചുണ്ടിൽ തളിർ വെറ്റില ചോക്കും ചിന്താര പാട്ടുകൾ കൊട്ടും പരിമള പുകയും പന്തലിലഹിലൂർ ആവേശം പൂക്കും താനിന്തോ തനതാന തന്തിന്തോ തനതാന തന്തിന്തോ തനതാന തന്തിന്തോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പറയാൻ വാക്കുകളില്ല. സൂപ്പറായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മധുഗാനങ്ങൾ ഔട്ടായിട്ടൊന്നുമില്ല എങ്കിലും ചില സമയങ്ങളിലൊക്കെ നല്ല പോലെ ഫോക്കസ് ആവുന്ന സംഭവം തന്നെയാണ്. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ? ഏതിലാണ്? പട്ടുറുമാല്. പട്ടുറുമാല് താല്പര്യം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല? നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ട് ആരും ട്രൈ ചെയ്തിട്ടില്ല? ട്രൈ ചെയ്തിക്കണു, കിട്ടിയില്ല. ഓഡീഷൻ ഒന്നും പോയിട്ടില്ലേ? ഓഡീഷൻ പോയിട്ടുണ്ട്. ഓക്കെ. സെലക്ട് ആയിട്ടില്ല അല്ലേ? അപ്പം നിരന്തരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾ എന്തായാലും ഏതെങ്കിലും ഫ്ലോറിൽ വരണം എൻ്റെ അഭിപ്രായം. കാരണം ഒരു കുടുംബത്തിലെ 4 മക്കൾ അല്ലേ സജാദേ? 4 മക്കൾ, 4 പേര് അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉമ്മച്ചാണ് ഏറ്റവും കൂടുതൽ നല്ല പാട്ട് പാടുന്ന ആൾ പറഞ്ഞു അല്ലേ? അതല്ലാതെ മറ്റാരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ പാടുന്ന ആൾക്കാരുണ്ടോ? കുടുംബത്തില് ഉമ്മാൻ്റെ ഉപ്പ. അപ്പൊ അവിടുന്നാണ് നമ്മളെ പേര് മുളച്ചല്ലേ? ഓക്കെ. ഇത്ര നേരം നിങ്ങളുടെ വീഡിയോ കണ്ട ആൾക്കാർക്ക് നിങ്ങൾ 4 പേരും പാടൊരു പാട്ട് പാടുന്നത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? എല്ലാവരും നല്ല മധുരമുള്ള സൗണ്ടിന് അവകാശികളാണ്. അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ ഈ കൊച്ചുമോളോട് തുടങ്ങിയാലോ? റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു ചാനൽ വരുന്നത് കേട്ടോ. 4 പേര് ഒരുമിച്ച് പാടാന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, പാടിക്കോ. ആകലോകക്കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരിടവിത്തൊളി യാ റസൂലേ ആകലോകക്കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം വീരമുള്ള മാനുശബ്ദം വേരറുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് തേനൊളിവാലെ ആകലോകക്കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു കൊച്ചുമക്കളുടെ പാട്ട് നമ്മൾ കേട്ടു. നല്ല പോലെ സിംഗ് ചെയ്യുന്ന നല്ല 4 കുട്ടികൾ. വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ചാനൽ ഒരുപാട് കുട്ടികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ വ്യത്യസ്തരായിട്ടുള്ളൊരു കുടുംബം, അതുപോലെ തന്നെ നല്ല സൗണ്ടിൻ്റെ ഉടമകൾ. അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ നിർത്തിയാട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് മാത്രമല്ല, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഒരുപാട് ആൽബങ്ങളിൽ പാടിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മുഖപരിചയമുള്ള ആൾക്കാരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയറും ചെയ്യുക.